എന്താണ് സെക്ഷുവൽ മെഡിസിൻ എന്ന് പറഞ്ഞൊരു സബ്ജക്ട്? ആക്ച്വലി സെക്ഷുവൽ മെഡിസിൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് സെക്ഷുവൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ സെക്ഷുവൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ മരുന്നുകൾ കൊടുത്താൽ മാത്രം പോരാ. മരുന്നുകൾ സത്യം പറഞ്ഞാൽ അതിലൊരു 20% അല്ലെങ്കിൽ ഒരു 30% മാത്രമേ ഉള്ളൂ അതിന് മരുന്നുകൾക്ക് പ്രസക്തിയുള്ളത്. ബാക്കിയെല്ലാം ആ ഒരു ഇമോഷണൽ കണക്ഷൻ, എങ്ങനെയാണ് ആ ബാക്കി കാര്യങ്ങൾ, ആ ഒരു പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, അതൊക്കെയാണ്. അപ്പം ബോണ്ടിങ് കൂടുമ്പം നമ്മുടെ സെക്ഷുവൽ ഹെൽത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകും. സെക്ഷുവൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുമ്പോൾ ബോണ്ടിങ്ങും കൂടും. അപ്പം ഒരു സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടന്റ് എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജസ്റ്റ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു വജാനിസ്മസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അതിനെന്തെങ്കിലും ഒരു മരുന്ന് എഴുതിക്കോ, അതല്ല ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുകയോ എന്ന് മാത്രമല്ല. അതല്ല നമ്മുടെ ജോലി. നമ്മളുടെ ജോലി അതിനും അപ്പുറം എത്രയോ ആണ്. കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷൻസും വിഷമങ്ങളും ആത്മവിശ്വാസക്കുറവും ഒക്കെ ഉണ്ട്. അപ്പം ദ ജോബ് ഓഫ് എ സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടന്റ് is much more beyond all these things. Basically, madam focus ചെയ്യുന്നത് ഇവരുടെ ഒരു സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിലാണ്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. ബിക്കോസ് സെക്ഷുവൽ ഇന്റിമസി എന്ന് പറയുന്നത് ഒറ്റയ്ക്കായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിന് പല ഡയമെൻഷൻസ്, പല തലങ്ങളുണ്ട് ഒരു കപ്പിളിന്റെ, അല്ലെ? അപ്പോൾ ആ പല തലങ്ങളിൽ, എല്ലാ തലങ്ങളല്ലെങ്കിലും ഒരുവിധപ്പെട്ട കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തലങ്ങളിലെങ്കിലും ഇന്റിമസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സെക്ഷുവൽ റിലേഷൻഷിപ്പും പോസിറ്റീവായിട്ടുള്ളൊരു സെക്ഷുവൽ ഹെൽത്തും ഡെവലപ്പ് ചെയ്ത് വളർത്താൻ പറ്റുള്ളൂ.